എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥകളൊക്കെ ഇപ്പോ? ഇപ്പൊ ഞങ്ങള് പാപ്പയുടെ ഭൗതിക ശരീരം കണ്ടിട്ട് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ 7 മണിക്ക് വന്നതാണ്. 7 മണിക്ക് വന്നിട്ട് ഞങ്ങൾക്ക് 10 മണി കഴിഞ്ഞു കയറി കാണാൻ പറ്റിയത്. ഇപ്പോഴും നീണ്ട ക്യൂ ആണ്, ജനാവലി ഒത്തിരി ഉണ്ട് ഇപ്പോഴും. ഇതുവരെ പാപ്പേനെ ഭൗതിക ശരീരം പുറത്ത് വെച്ചിട്ട് ഇതുവരെ വത്തിക്കാൻ അടച്ചിട്ടില്ല. ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്നിപ്പോ കിട്ടിയത് 6 മണി വരെയാണ് ഇന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാനും ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ ഒത്തിരി മലയാളികൾ ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഇന്നിപ്പോ പാപ്പേനെ കാണാൻ സാധിച്ചു. പിന്നെ ഞാനിവിടെ മിക്കപ്പോഴും വരാറുണ്ട് ഇവിടെ വത്തിക്കാനില്. ഞാനിവിടെ താമസിക്കുന്ന ഇതിനടുത്താണ്. മാർപ്പാപ്പയെ കണ്ട അനുഭവങ്ങൾ, ഇതിനു മുമ്പുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിയുമോ? ഉണ്ട്. പാപ്പേനെ ഞാനിവിടെ ഒരു 3-4 പ്രാവശ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിലൊരു 2-3 പ്രാവശ്യം തന്നെ പാപ്പേനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പാപ്പയുടെ ആശീർവാദം സ്വീകരിച്ചിട്ടുണ്ട്, കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത്, ഇപ്പൊ ഞങ്ങൾ ഈ വന്ന സമയത്ത് പാപ്പേനെ കാണാൻ പറ്റാത്തത് ഒത്തിരി സങ്കടമുണ്ട്. എങ്കിൽ തന്നെയും സന്തോഷമുണ്ട്. കാരണം കേരളത്തിലിരുന്ന് നമ്മൾ ഇവിടെ വന്ന് ഈ വത്തിക്കാനിൽ വന്ന് പാപ്പേനെ കാണാൻ പറ്റിയതും ഇപ്പൊ ഈ ഭൗതിക ശരീരം കാണാൻ സാധിച്ചതൊക്കെ ഒത്തിരി എന്താ പറയാ, വലിയൊരു സന്തോഷമായിട്ട് തന്നെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഡിക്സി ചേച്ചി നമ്മുടെ ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. ഡിക്സി ചേച്ചിയുടെ കൂടെ ആരാണ് ഇത് മാർപ്പാപ്പനെ സന്ദർശിക്കാനായിട്ട് കൂടെ വന്നിരിക്കുന്നത്? കൂടെ വന്നേക്കുന്നത് മലയാളി ഫാമിലി ഉണ്ട്, പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്ന മലയാളി ഫാമിലി അവര് ഒരു കുടുംബം തന്നെ, അതായത് അവരുടെ അപ്പനും അമ്മയും അവരും പിന്നെ അവരുടെ മക്കളും ഒക്കെ പാപ്പയുടെ ആശീർവാദം കിട്ടിയ ഒരു കുടുംബമാണ്. ഞാൻ കുടുംബത്തിന് ഒന്ന് കാണിക്കാം. മരിയ ചേച്ചി പറയൂ. മരിയ ചേച്ചിക്ക് പ്രത്യേക അനുഭവങ്ങൾ മാർപ്പാപ്പയിൽ നിന്നുള്ളതാണെന്ന് നമുക്കറിയാം, അതൊന്ന് വിശദമാക്കാമോ? ഓക്കെ, ഞങ്ങൾക്ക് ഒരു തവണ പാപ്പ സ്ഥാനമേറ്റ് കഴിഞ്ഞ് 2013 സെപ്റ്റംബർ 21 പബ്ലിക് ഓഡിയൻസിൽ വെച്ച് ഞങ്ങളുടെ 2 മക്കളെയും പാപ്പ എടുത്ത് ബ്ലെസ് ചെയ്തതാണ്. അതുകൂടാതെ 2015 ഏപ്രിൽ 21 ഞങ്ങള് ഒരു പേഴ്സണൽ വിസിറ്റ് നമ്മളുടെ സീറോ മലബാർ സഭയുടെ ഇതിൽ നിന്ന് കുട്ടികളുടെ പേര് നറുക്കിട്ട് അതിൽ നിന്ന് ഞങ്ങളുടെ മോനെ പാപ്പ ബ്ലെസ് ചെയ്യാനായിട്ട് പാപ്പയുടെ ഇത് കിട്ടി. അപ്പൊ അതില് ഞങ്ങക്ക് പാപ്പയുടെ കുർബാനയിൽ പങ്കെടുക്കാനും 20-25 പേരടങ്ങുന്ന ഒരു ഇതിനകത്ത് പങ്കെടുക്കാനും പാപ്പയായിട്ട് നേരിട്ട് സംസാരിക്കാനുമുള്ള ഒരു അവസരം കിട്ടി. അതിലെല്ലാം ഉപരി എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയും എന്റെ ഫാമിലിയും എന്റെ പേരൻസ്, ഞങ്ങളുടെ 2 പേരുടെയും പേരൻസിനും മക്കൾക്കും പാപ്പയെ അടുത്ത് കാണാനും സ്പർശിക്കാനും ആശീർവാദം മേടിക്കാനുമുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് എന്റെ 2 മക്കൾ, പാപ്പയുടെ ബ്ലെസ്സിങ് ഏറ്റുവാങ്ങിയ 2 കുട്ടികൾ. പിന്നെ ഒത്തിരി പാപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാപ്പ ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു പാപ്പയായിരുന്നു. കാരണം ഇപ്പൊ നമ്മളറിയാലോ, നമ്മളിവിടെ പ്രവാസികൾ കുടിയേറി വന്ന അപ്പൊ നമുക്കൊക്കെ വേണ്ടി ഒത്തിരി സംസാരിച്ചിരുന്ന ഒരു പാപ്പയാണ്. പിന്നെ പാപ്പ ദാരിദ്ര്യത്തെ കൂടുതൽ സ്നേഹിച്ചിരുന്ന പാപ്പയാണ്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു റിബിബിയ എന്ന് പറഞ്ഞൊരു ജയിലുണ്ട്, അവിടെ തടവറയില് ഒരു വിശുദ്ധ വാതിൽ തുറന്ന പാപ്പയാണ്. അതുകൂടാതെ കരുണയുടെ വാതിൽ തുറന്നു. പാപ്പേനെ അറിയപ്പെടുന്നത് തന്നെ എന്താണ് പറയണത്, ചേരികളുടെ പിതാവ് എന്നാണ് പാപ്പേനെ അറിയപ്പെടുന്നത്. യുദ്ധത്തിനെ കുറിച്ച് പാപ്പയ്ക്ക് ഭയങ്കര വിഷമമുള്ള ഒരു പാപ്പയായിരുന്നു. സമാധാനം ആഗ്രഹിക്കുന്ന ഒരു പാപ്പയായിരുന്നു. അങ്ങനെ ഒത്തിരി പാപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും ഇത്രയെങ്കിലും പാപ്പനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ സാധിച്ചതില് ഗുഡ് ചാനലിന് അതിനൊരു അവസരം ഒരുക്കി തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. ഒത്തിരി നന്ദി ചേച്ചി, ഞങ്ങളോടും ചേർന്നതിന്. ഒരു വിശുദ്ധനായ പാപ്പയെ കുറിച്ച് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ഈ അവസരം വാക്കാലും മാത്രമല്ല, പാപ്പ പ്രവൃത്തിയും കൂടെ നടത്തിയൊരു പാപ്പയാണ്. ഇനി ഞങ്ങൾ വിചാരിക്കുന്നത് പാപ്പ സ്വർഗത്തിൽ ചെന്നിട്ട് ഈശോന്റെ അടുത്ത്, യേശുവിന്റെ അടുത്തിരുന്ന് നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നതായിരിക്കും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഓക്കെ, ഗുഡ്നസ് ടിവിയോട് സംബന്ധിച്ച എല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യം, മാർപ്പാപ്പ ഇനി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങള് ഈ സമയം മാർപ്പാപ്പയുടെ അടുത്ത് പോകുന്നത് ഞങ്ങളുടെ സങ്കടം പങ്കുവെക്കാനല്ല, എന്നാൽ ഞങ്ങളുടെ കുറെ ആഗ്രഹങ്ങളും ഞങ്ങൾക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരു വിശുദ്ധന്റെ അടുത്തേക്ക് തീർത്ഥാടനം പോകുന്ന ഒരു പ്രതീതിയാണെന്നാണ്. പറയൂ ചേച്ചി, ഇന്നത്തെ അനുഭവം എന്തായിരുന്നു? ഇതിനു മുമ്പ് മാർപ്പാപ്പയുടെ അനുഭവങ്ങള്?
ഞാൻ ഇതിനു മുമ്പ് പാപ്പേനെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പാപ്പയുടെ അനുഗ്രഹം വാങ്ങിക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്, തൊടാൻ പറ്റിയിട്ടില്ല. എങ്കിലും പല പ്രാവശ്യം പാപ്പയുടെ അനുഗ്രഹം ഇവിടെ വത്തിക്കാൻ സ്ക്വയറിൽ ഇവിടെ എല്ലാ സൺഡേയും പാപ്പ വന്ന് ജനങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ ഒരു അനുഗ്രഹം വാങ്ങിക്കാനും ഇതുണ്ട്. പിന്നെ ഇപ്പൊ പാപ്പയുടെ ഭൗതിക ശരീരം കണ്ട് എന്താ പറയാ, പാപ്പയോട് പ്രാർത്ഥിക്കാനും എന്തൊക്കെയാലും നമ്മുടെ വീട്ടിലെ ഒരു കുടുംബത്തിലെ ഒരു അംഗം നഷ്ടപ്പെട്ട പോലെയുള്ള ഒരു ഫീലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം നമുക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു പാപ്പനെ. അങ്ങനെ ഇപ്പൊ പാപ്പയുടെ ഒരു ചലനമറ്റ ഒരു ഭൗതിക ശരീരം കണ്ടപ്പോ ഒരു വിഷമം. എങ്കിലും പാപ്പ ഒരു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. പാവങ്ങളോടും പ്രത്യേകിച്ച് കുഞ്ഞു മക്കളോടൊക്കെ ഒത്തിരി സ്നേഹമുള്ള ഒരു പാപ്പയായിരുന്നു നമ്മുടെ ഫ്രാൻസിസ് പാപ്പ. ഇപ്പൊ നമ്മുടെ നാട്ടിലിരുന്ന് ഇത്രയും ഒരു രാജ്യത്ത് റോമിൽ വരാനും ഇതെല്ലാം കാണാനും പാപ്പയുടെ കാര്യങ്ങൾ വാങ്ങിക്കാനും ഇപ്പൊ പാപ്പയുടെ അവസാനം ശരീരം കാണാനും ഉള്ള ഒരു അനുഗ്രഹം ഉണ്ടായതില് ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നു.